ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന 3 കുറുക്കുകളാണ് റെഡിയാക്കുന്നത്. നമ്മൾ വീട്ടിൽ മോൻ്റെ കുഞ്ഞിന് ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ സൂചി ഗോതമ്പ് കൊണ്ടുള്ള കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഇതുപോലെ ചെറിയ സൂചി ഗോതമ്പ് ഇത് നമ്മൾ ഒരു നേരം കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോകുന്നത്. ഒരു 1/4 കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര, ഇത് കൂടുതലോ കുറവൊക്കെ വേണ്ടിയവർ ഇടാം. ഒരുപാട് മധുരമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ചെറിയ കഷ്ണം ശർക്കര, ഇത് ഞാൻ ഫാറ്റ് കുറഞ്ഞുള്ള പാല് 1/2 ഗ്ലാസ് പാലിനകത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നീട്ടി എടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഇതൊന്ന് കഴുകി നല്ലതുപോലെ കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഇത് പാല് ശർക്കര എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിൽ സൂചി ഗോതമ്പ് നല്ലപോലെ സോഫ്റ്റായി വെന്ത് വരുന്നവരെ വേവിപ്പിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ സ്ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പം ഞാനിതൊന്ന് നല്ലപോലെ കഴുകി എടുത്തുകൊണ്ട് വരാം. നമുക്കൊരു കഷ്ണം ചെറിയ കഷ്ണം ശർക്കര കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കർ വിസിലടിച്ച് നമുക്ക് നല്ലതുപോലെ വേവിപ്പിച്ചെടുക്കാം. നമ്മുടെ സൂചി ഗോതമ്പ് ഇതുണ്ട് നല്ലതുപോലെ വെന്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മിക്സിക്കകത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കുറുക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു ചെറു ചൂടോടുകൂടി തന്നെ വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അപ്പം നമുക്ക് അടുത്ത ഒരു കുറുക്ക് റെഡിയാക്കാം. നമ്മൾ അടുത്ത കുറുക്കുണ്ടാക്കുന്നത് നമ്മൾ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് മതിയാകും. അതിനൊരു ചെറിയ ക്യാരറ്റ് നമ്മളൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയും കുക്കറിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മിക്സിക്കകത്ത് അടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കൂട്ടത്തിൽ നമ്മൾ ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ പാട എടുത്തിട്ട് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഗീ ആണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ അരിയും ക്യാരറ്റും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കുക്കറിൽ വേവിക്കുന്നത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനാണ്. അന്നേരമായിരിക്കും മിക്സിയിൽ അടിക്കുമ്പോൾ കഷ്ണമൊന്നും ഇല്ലാതെ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ. അപ്പം നമ്മുടെ കുറുക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി ഒരു ശർക്കര ഇതുപോലെ നമ്മളൊന്ന് മെൽറ്റാക്കിയിട്ട് അരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ചെറിയ മധുരം കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെടും ടേസ്റ്റൊക്കെ. അപ്പം നമ്മൾ ശർക്കരയൊക്കെ കല്ലുള്ളത് വരുന്നതുകൊണ്ട് വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ പിള്ളേർക്ക് കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പം വേറൊരു കുറുക്ക് നമുക്ക് ഇനി ഉണ്ടാക്കാം. അടുത്ത കുറുക്ക് നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതുപോലെ ചെറിയ ആപ്പിൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ തൊലിയൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ആപ്പിൾ തൊലിയൊന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 1/2 ഗ്ലാസ് പാലിനകത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, ഇത് ഫാറ്റ് കുറവുള്ള പാലാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് ആപ്പിൾ വെന്ത് കിട്ടും. നമുക്ക് ആപ്പിൾ ഒരു ചെറിയ പാത്രത്തിലോട്ട് ഇട്ടിട്ട് 1/2 ഗ്ലാസ് പാലിനകത്ത് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് എടുത്തതാണ്. ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ ആപ്പിളൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ചെറിയ സ്പൂണ് വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലത്. അപ്പോൾ ആ സ്പൂണിന് ചൂടോടുകൂടി തന്നെ ആ പാലിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചെറിയ ചൂടോടുകൂടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ കുറുക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ മധുരം വേണമെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി നമ്മളൊരു കുപ്പിയിൽ അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഈ കുറുക്കൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നവരെ 7 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ദിവസം നമ്മൾ കൊടുത്തു നോക്കണം. അത് പിടിക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം പിന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കാൻ. അപ്പം വേറെ 2-3 കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ വേറെ